പ്രവാസി മലയാളികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. പദ്ധതി സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരികയാണ്. ഏറെക്കാലമായി പ്രവാസി മലയാളികളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ എന്നത്. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ഈ ആശയമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ളതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. നോർക്ക കെയർ മൊബൈൽ ആപ്പും പ്രകാശനം ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ 500-ലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ 12,000-ലധികം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി. പ്രവാസി കേരളീയർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഈ പദ്ധതിയിലൂടെ ലഭിക്കും. നോർക്ക പ്രവാസി ID, സ്റ്റുഡൻസ് ID, NRK ID കാർഡുകൾ ഉള്ള പ്രവാസികൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. അതായത് നോർക്ക അംഗത്വമുള്ളവർക്ക് സെപ്റ്റംബർ 22 മുതൽ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. നവംബർ 1 മുതൽ പദ്ധതിയുടെ പരിരക്ഷ ലഭ്യമാകും. ഗ്രൂപ്പ് മെഡി ക്ലെയിം പോളിസി, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റൽ പോളിസി എന്നിവയാണ് പോളിസികൾ. ഗ്രൂപ്പ് മെഡി ക്ലെയിം പോളിസിയിൽ ഏത് ആരോഗ്യ പ്രശ്നത്തിനും കുടുംബത്തിനോ വ്യക്തിക്കോ 5 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും. ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റൽ പോളിസിയിൽ ഏത് തരം അപകടത്തിനും 10 ലക്ഷം രൂപ വരെ ലഭിക്കും. 18-നും 70-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പരിരക്ഷ. ഇന്ത്യയിൽ ചികിത്സ തേടണം എന്നതാണ് നിബന്ധന. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. സാധുവായ നോർക്ക പ്രവാസി ID കാർഡുള്ള പ്രവാസികൾക്ക്, മലയാളികൾക്ക് അപേക്ഷിക്കാം. ഒപ്പം വിദേശത്ത് പഠിക്കുന്ന നോർക്ക സ്റ്റുഡന്റ് ID കാർഡുള്ള കേരളീയരായ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള NRK ID കാർഡുള്ള പ്രവാസി കേരളീയർക്കും പരിരക്ഷ ലഭിക്കും. ഇനി GST ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പ്രീമിയം എങ്ങനെയാണെന്ന് നോക്കാം. ഫാമിലി ഫ്ലോട്ടറിൽ ഭർത്താവിനും ഭാര്യയ്ക്കും 25 വയസ്സുവരെയുള്ള 2 മക്കൾക്കുമാണ് പരിരക്ഷ. പ്രീമിയം 13,411 രൂപയാണ്. അധികമായ ഒരു കുട്ടിക്ക് 4,130 രൂപയാണ് അടയ്ക്കേണ്ടത്. വ്യക്തിഗതമാകുമ്പോൾ പ്രായപരിധി 18 മുതൽ 70 വയസ്സ് വരെയാണ്. പ്രീമിയം 8,101 രൂപയാണ്. പോളിസിയുടെ കാലാവധി 1 വർഷമാണ്, പിന്നീട് പുതുക്കാവുന്നതാണ്. ഇനി പരിരക്ഷ എങ്ങനെയാണെന്ന് നോക്കാം. അപകടത്തിൽ മരണം സംഭവിച്ചാൽ 100% ക്യാപിറ്റൽ ഇൻഷുറൻസ് തുകയും റിപ്പാട്രിയേഷൻ തുകയും ലഭിക്കും. ഇന്ത്യയിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ അത് 25,000 രൂപയും വിദേശത്താണെങ്കിൽ അത് 50,000 രൂപയുമാണ്. അപകടത്തിൽ സ്ഥിരമോ പൂർണ്ണമോ ആയ ശാരീരിക വൈകല്യം സംഭവിച്ചാലും 100% ഇൻഷുറൻസ് തുക ലഭിക്കും. സ്ഥിരമോ ഭാഗികമോ ആയ ശാരീരിക വൈകല്യമാണെങ്കിൽ പോളിസി ഷെഡ്യൂൾ പ്രകാരമുള്ള തുകയായിരിക്കും ലഭിക്കുക. നിലവിലുള്ള രോഗങ്ങൾക്കും നോർക്ക കെയർ പോളിസിയിൽ പരിരക്ഷ ലഭിക്കും എന്നതാണ് ഒരു ഹൈലൈറ്റ്. ക്ലെയിം സമർപ്പിക്കാൻ 60 ദിവസം വരെ സമയം ലഭിക്കും. ഇനി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. വ്യക്തിഗത രജിസ്ട്രേഷൻ ആണെങ്കിൽ norcaroutes.kerala.gov.in സന്ദർശിക്കുക. അല്ലെങ്കിൽ നോർക്ക മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ആണെങ്കിൽ നോർക്ക അംഗീകരിച്ച പ്രവാസി സംഘടനകളിലൂടെ രജിസ്റ്റർ ചെയ്യാം. നിലവിൽ അംഗീകാരമില്ലാത്ത പ്രവാസി സംഘടനകൾക്ക് മാസ് എൻറോൾമെന്റിനായി താൽക്കാലിക ID നമ്പർ നൽകുന്നതാണ്. വിദേശത്ത് പ്രവാസി കേരളീയർ ജോലി ചെയ്യുന്ന കമ്പനികൾക്കായി പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം നാട്ടിലുള്ള മുൻ പ്രവാസികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വലിയ പരാതി ഉയരുന്നുണ്ട്. നിലവിൽ വിദേശത്തുള്ളവർക്കും മറുനാടൻ മലയാളികൾക്കും മാത്രമാണ് ചേരാനാവുക. തിരിച്ചെത്തിയ ലക്ഷക്കണക്കിന് പേർ ഇതോടെ പദ്ധതിക്ക് പുറത്താകും. നോർക്കയുടെ തിരിച്ചറിയൽ കാർഡ് ഇല്ലെന്നാണ് കാരണം പറയുന്നത്. ഒരു കാലത്ത് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ നിർണായക പങ്കാളികളായ മുൻ പ്രവാസികളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തിയവരെയെങ്കിലും ചേർക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം.